ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡയറക്ടർ ആവാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങളൊരു മാനസിക വൈകല്യമുള്ള വ്യക്തിയുമാണ്, അതായത് നിങ്ങൾ പാപ്പരാണ് എന്നുള്ളത് കോടതിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഷെയർ നമസ്കാരം. നിങ്ങൾക്കൊരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പറ്റുമോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. കമ്പനി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡയറക്ടർ ആവാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 164 ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു മാനസിക വൈകല്യമുള്ള വ്യക്തിയുമാണ്, മാത്രമല്ല കോടതി നിങ്ങളെ മാനസിക വൈകല്യമുള്ള വ്യക്തിയാണ് എന്നുള്ളത് കോടതി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി ഡയറക്ടർ ആവാൻ സാധിക്കില്ല. രണ്ടാമതായിട്ട്, നിങ്ങൾ ഇൻസോൾവൻ്റ് ആണ്, അതായത് നിങ്ങൾ പാപ്പരാണ് എന്നുള്ളത് കോടതിയോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ പാപ്പർ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസോൾവൻ്റ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോടതിയിലോ അല്ലെങ്കിൽ ട്രിബ്യൂണലിലോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ സാധിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കുറ്റത്തിന് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൽ 6 മാസത്തിൽ കുറയാത്ത തടവ് ശിക്ഷയാണ് എന്നുണ്ടെങ്കിൽ, ശിക്ഷ അവസാനിച്ചിട്ട് 5 വർഷം പൂർത്തിയാകുന്നത് വരെ നിങ്ങൾക്ക് ഒരു കമ്പനിയിലും ഡയറക്ടർ ആവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ തടവ് ശിക്ഷ ഇനി 7 വർഷമോ അല്ലെങ്കിൽ അതിലധികമോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു കമ്പനിയിലും ഡയറക്ടർ ആവാൻ സാധിക്കില്ല. ഇനി കോടതിയുടെയോ ട്രിബ്യൂണലിൻ്റെയോ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് ഡയറക്ടർ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയിലും ഡയറക്ടർ ആവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഷെയർ കോൾ വന്ന സമയത്ത് നിങ്ങൾ പണം അടയ്ക്കാതെ അതിൻ്റെ പേയ്മെന്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 മന്ത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ആവാൻ സാധിക്കില്ല. അടുത്തതായിട്ട്, കഴിഞ്ഞ 5 വർഷത്തിനിടെ നിങ്ങൾ കമ്പനീസ് ആക്ട് സെക്ഷൻ 188 പ്രകാരം, അതായത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, കക്ഷി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയിലും ഡയറക്ടർ ആവാൻ സാധിക്കില്ല. ഇനി അടുത്തതായിട്ട്, നിങ്ങൾക്ക് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് ഡിൻ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഡിൻ നമ്പർ എന്നുള്ളത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 165(1) പ്രകാരം നിങ്ങൾക്ക് മാക്സിമം 20 കമ്പനികളിൽ മാത്രമേ നിങ്ങൾക്ക് ഡയറക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ. ഇനി ആ 20 കമ്പനികൾ തന്നെ നിങ്ങൾക്ക് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിൽ നിങ്ങൾക്ക് ഡയറക്ടർഷിപ്പ് ഉണ്ടെങ്കിൽ അത് മാക്സിമം 10 കമ്പനികളെ പാടുള്ളൂ. അങ്ങനെ മാക്സിമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 കമ്പനികളിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കമ്പനി തുടർച്ചയായിട്ട് 3 വർഷമോ അതിലധികമോ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ കമ്പനിയുടെ ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തു അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് പ്രോപ്പറായിട്ട് നൽകുന്നില്ല, ഡിബഞ്ചർ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കുന്നില്ല, അതുപോലെ തന്നെ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു അത് 1 ഇയർ ആയിട്ടും ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഫെയിലായി അന്നു മുതൽ 5 വർഷത്തേക്ക് ഈ വ്യക്തിക്ക് ഒരു കമ്പനിയിലും ഡയറക്ടർ ആവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്ക് അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കാൻ സാധിക്കും. സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഒരു പ്രത്യേകം ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അതായത് ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളായിരിക്കണം, അതുപോലെ തന്നെ ഇത്ര വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ആഡ് ഓൺ ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ളത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSW ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.